ഇക്ബാൽ, ഇന്ന് BJP വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതേപോലെ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം എലപ്പുള്ളി പഞ്ചായത്തിലേക്കുണ്ട്. ഇന്നും പാലക്കാട് സമരമുഖരഹിതമായിരിക്കുമോ? അരുൺ, ഇന്ന് BJPയുടെ 2 മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് രാവിലെ തന്നെ പ്രതിഷേധം ഉള്ളത്. പാലക്കാട് BJPയുടെ മണ്ഡലം കമ്മിറ്റി ഇന്ന് ജല അതോറിറ്റി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. അതിനോടൊപ്പം തന്നെ പുതുശ്ശേരി മണ്ഡലം കമ്മിറ്റി ഇന്ന് എലപ്പുള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഈ പഞ്ചായത്തിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഈ ബ്രൂവറിക്കെതിരെ എലപ്പുള്ളിയിൽ വെച്ച് വലിയൊരു പ്രതിഷേധ ധർണ നടത്താനുള്ള തീരുമാനവുമുണ്ട്. ഇന്നും ബ്രൂവറിക്കെതിരെ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസും BJPയും ഉള്ളത്. ഇന്നലെ ആ പദ്ധതി പ്രദേശത്ത് BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കൊടികുത്തിയുള്ള പ്രതിഷേധവും നടന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ബ്രൂവറിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പരിസ്ഥിതി പ്രവർത്തകരും പൊതുപ്രവർത്തകരും കൂടി തയ്യാറെടുക്കുന്നത്. അത് ഈ മലമ്പുഴ ഡാമിലെ വെള്ളം കൊണ്ടാണ് ജല അതോറിറ്റി ഈ ബ്രൂവറിക്ക് ആവശ്യമായ വെള്ളം നൽകുന്നത് എന്ന സൂചന പുറത്തു വന്നതോടുകൂടിയാണ് പൊതുപ്രവർത്തകർ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും തയ്യാറെടുക്കുന്നത്. മലമ്പുഴ ഡാമിലെ വെള്ളം ആ വെള്ളം ബ്രൂവറിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ജല അതോറിറ്റി കാര്യമായി തന്നെ നടത്തുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. കിൻഫ്രയിൽ ജല അതോറിറ്റി ഒരു പ്ലാന്റ് നിർമ്മിക്കുന്നുണ്ട്. വ്യവസായങ്ങൾക്കുള്ള ജലം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്ലാന്റ് ഈ കിൻഫ്ര പാർക്കിൽ വെച്ച് ജല അതോറിറ്റി നിർമ്മിക്കുന്നത്. മലമ്പുഴയിലെ വെള്ളം കിൻഫ്രയിലേക്ക് എത്തിച്ച് പിന്നീട് കിൻഫ്രയിൽ നിന്നാണ് ഈ വെള്ളം ബ്രൂവറിയിലേക്ക് എത്തിക്കുക. ഈ നീക്കം ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇപ്പോൾ പൊതുപ്രവർത്തകർ അറിയിക്കുന്നത്. കാരണം മലമ്പുഴയിലെ വെള്ളം അത് കാർഷിക ആവശ്യത്തിന് മാത്രം വേണ്ടിയുള്ള വെള്ളമായിരുന്നു. അത് പിന്നീട് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പിന്നീട് വ്യവസായങ്ങൾക്കും നൽകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. 2018 കിൻഫ്രയിലെ ഈ പ്ലാന്റിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പാലക്കാട് നടന്നു. അതിനുശേഷമാണ് ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് പാലക്കാട് ജില്ലയിലെ കാർഷിക ആവശ്യങ്ങൾ കഴിഞ്ഞുള്ള വെള്ളം മാത്രമേ വ്യവസായങ്ങൾക്ക് മലമ്പുഴയിൽ നിന്ന് നൽകാൻ പാടുള്ളൂ എന്ന ഉത്തരവിട്ടത്. ആ ഉത്തരവ് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജല അതോറിറ്റി ബ്രൂവറിക്ക് വേണ്ടിയുള്ള വെള്ളം മലമ്പുഴയിൽ നിന്നും എത്തിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കില്ല എന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചാൽ നാളെ മലമ്പുഴയിലെ വെള്ളം കണ്ട് കൂടുതൽ വ്യവസായങ്ങൾ പാലക്കാട്ടേക്ക് എത്തും. അങ്ങനെ വന്നാൽ പാലക്കാട്ടെ കൃഷി നശിക്കും, പാലക്കാട്ടുകാർ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം ജല അതോറിറ്റി പിൻവലിക്കണം, സർക്കാർ ഈ ബ്രൂവറി കൊണ്ടുവരാനുള്ള അനുമതി പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ബോബൻ മാട്ടുബന്ധ ഉൾപ്പെടെ ഇന്ന് റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും ഇവരുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനുള്ള തീരുമാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലമ്പുഴയിൽ ഇപ്പോഴുള്ള വെള്ളം നോക്കിയാൽ 535 ദിവസത്തേക്കുള്ള വെള്ളമുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതിനു ശേഷം വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ കണക്കുകൾ വ്യക്തമാവട്ടെ. അത് കർഷകരെയും പാലക്കാട്ടെ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് നമ്മുടെയും ആവശ്യം.